കുട്ടി നിരവധി തവണ ലൈംഗിക പീഡനത്തിന് ഇരയായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത്. അറസ്റ്റിലായ അച്ഛന്റെ സഹോദരൻ കുറ്റം സമ്മതിച്ചു. കഴിഞ്ഞ 1.5 വർഷമായി, ഇപ്പൊ 4 വയസ്സേ ഉള്ളൂ അല്ലെ ദിവിഷ്, കഴിഞ്ഞ 1.5 വർഷമായി ഒരു കുഞ്ഞ് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു. കൊല്ലപ്പെട്ട ദിവസവും കുട്ടി അതിക്രമത്തിനിരയായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ പ്രതി കുറ്റം സമ്മതിച്ച് രാഗിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, സങ്കടകരമാണ്. എന്ത് ചോദിക്കണമെന്ന് പോലും അറിയാത്ത ഓരോ മനുഷ്യന്റെയും മനസ്സിൽ, ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മനസ്സിൽ വേദനയും ഞെട്ടലും ആശങ്കയും ഉണ്ടാകുന്ന വാർത്തയാണ്. ഇന്നലെ ഈ സംസ്കാര ചടങ്ങിൽ പൊട്ടിക്കരയുന്ന ആളുകളെ നമ്മൾ കണ്ടതാണ്. അതിലൊരാളാണ് ഈ പ്രതിയെന്ന് അറിഞ്ഞപ്പോൾ എന്ത് പറയണമെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതെങ്ങനെയാണ് കൃത്യമായ വിവരങ്ങളിലേക്ക് പോലീസ് എത്തുന്നത്? ഇയാൾ എപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്? എപ്പോഴാണ് തെളിവെടുപ്പ്, മറ്റു കാര്യങ്ങൾ? കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഇളയ സഹോദരനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഈ കുഞ്ഞിൻ്റെ കൊലപാതകത്തിന് ശേഷം നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരത്തിൽ പുറത്തേക്ക് വരുന്നത്. അതായത് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ തന്നെ, സാധാരണ മുങ്ങി മരണമാണല്ലോ, അമ്മ കൊലപ്പെടുത്തിയതാണെങ്കിലും വെള്ളം ഉള്ളിൽ ചെന്നാണല്ലോ മരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പോസ്റ്റ്മോർട്ടം സമയത്തേക്കാൾ കൂടുതൽ സമയം ഈ പോസ്റ്റ്മോർട്ടം നീണ്ടുപോയി. അപ്പോൾ തന്നെ ഡോക്ടർമാർ എന്താണ് ഇത്തരത്തിൽ നീണ്ടുപോകുന്നതെന്ന സംശയം ഏവർക്കും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഡോക്ടർമാർ ഇത്തരത്തിലൊരു വിവരം കൂടി ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നത്. ആലുവ ഡിവൈഎസ്പിയോട് ഇക്കാര്യങ്ങൾ അടക്കം സൂചിപ്പിക്കുന്നത്. തുടർന്ന് ആലുവ ഡിവൈഎസ്പി യുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ ഒക്കെ സാന്നിധ്യത്തിൽ വിപുലമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. കാരണം ഇത് വളരെ സെൻസിറ്റീവാണ്. ഇത് ആരിലേക്കാണ്? കാരണം കുഞ്ഞ് കൊല്ലപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് കുഞ്ഞിനോട് മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കാൻ കഴിയില്ല. തുടർന്നാണ് ബന്ധുക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അങ്ങനെയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സഹോദരന്മാരിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തുന്നത്. തുടർന്ന് ഇളയ സഹോദരനായിരുന്നു കുഞ്ഞിനോട് ഏറെ അടുപ്പം ഒക്കെ കാണിച്ചിരുന്നത്. അങ്ങനെ ഈ ഇളയ സഹോദരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ആദ്യം ഇയാൾ ഒന്നും തന്നെ സമ്മതിച്ചിരുന്നില്ല, ഇത്തരം ഒരു കാര്യങ്ങളും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് പോലീസ് നിരന്തരമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പുത്തൻകുരിശ് ടീമിന്റെ അടക്കം നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. ഏറ്റവും ഒടുവിൽ ഒട്ടനവധി തെളിവുകളടക്കം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചപ്പോഴാണ് ഇയാൾ കഴിഞ്ഞ 1.5 വർഷമായി കുഞ്ഞിനെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന കാര്യം വെളിപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കുഞ്ഞ് മരിക്കുന്ന ദിവസം പോലും അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റൊരു കുഞ്ഞിനെ അംഗൻവാടിയിലേക്ക് പറഞ്ഞയക്കുന്നു, അവിടെ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടുപോയി കൊന്നുകളയുന്നു. അതിനിടയിൽ സ്വന്തം വീട്ടിൽ വെച്ച് അത്ര സമയത്തിനുള്ളിൽ മാത്രം ഒരു കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് ജീവിച്ചു വന്നൊരവസ്ഥ, അതിനൊരു ഗതികേട് കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. തീർച്ചയായും നെഞ്ചു പൊട്ടുന്ന, ഹൃദയം പൊട്ടുന്ന ഒരു വേദനയോടുകൂടി തന്നെയാണ് നമുക്കിത് റിപ്പോർട്ട് ചെയ്യാൻ പോലും കഴിയുന്നത്. കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, കുഞ്ഞ് കൊല്ലപ്പെടുന്നു. ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് പറന്നു തുടങ്ങിയിട്ടുള്ളൂ. ഒട്ടനവധി സ്വപ്നങ്ങൾ ആ കുഞ്ഞ് കണ്ടിട്ടുണ്ടാവും. അംഗനവാടിയിൽ മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം ഒക്കെ ഇരുന്ന് പടം വരയ്ക്കുന്നതും പാട്ടുപാടുന്നതും ഒക്കെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതൊക്കെ ഒരു നൊമ്പരമായി മാറി. നമ്മളതൊക്കെ കണ്ടു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഒരു ക്രൂരത കൂടി ആ കുഞ്ഞിനോട് ബന്ധുക്കൾ അല്ലെങ്കിൽ ആളുകൾ ചെയ്തിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്തൊരു വേദനയായിരിക്കും ആ കുഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാവുക എന്ന കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ദുഃഖവും വലിയ വേദനയും ഹൃദയം പൊട്ടുന്ന ഒരവസ്ഥയും ഒക്കെ ഉണ്ടാവുകയാണ്. കാരണം ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ അന്നേ ദിവസവും ആ കുഞ്ഞ് പീഡനത്തിന് ഇരയായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. അതായത് കഴിഞ്ഞ 1.5 വർഷമായി നിരന്തരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഈ കൊച്ചു കുഞ്ഞ് വിധേയമായിരിക്കുകയായിരുന്നു. ഈ പറയുന്ന അറസ്റ്റിലായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഇയാളൊരു കോൺട്രാക്ട് ജോലിയൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളാണ്. അച്ഛൻ്റെ സഹോദരനാണ് എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇയാളുടെ മനുഷ്യന്റെ ബന്ധങ്ങളുടെ വില പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ് നമ്മൾ ഓരോ വാർത്തകളിലെ ഓരോ ദിവസം